മാനസിക രോഗ വിദഗ്ധൻ ശ്രീ മോഹൻ റോയ് തത്സമയം ചേരുകയാണ്. ഡോക്ടർ, സ്വാഗതം. ഈ ഒരു സംഭവം നമ്മുടെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കുന്നതാണ്. ഒപ്പം ഒരുപാട് ചോദ്യങ്ങളും ആശങ്കകളും ഉയർത്തുന്ന ഒന്നുകൂടിയാണ്. കുട്ടികളിൽ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ മുതൽ തന്നെ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ കരുവാറ്റയിൽ ഉണ്ടായിരിക്കുന്നത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് തങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത് എന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് എന്താണ് ആ കുട്ടികളെ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, യഥാർത്ഥത്തില് ഈ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ കോടതിയിൽ അപേക്ഷ കൊടുത്തത്, അതായത് ഇവരെ മുതിർന്നവരായി കണ്ടുകൊണ്ട് വിചാരണ ചെയ്യണമെന്ന്. അവർക്കറിയാം ഇവർ മുതിർന്നവരല്ല. ഇവർ മുതിർന്നവരുടെ തലത്തിലേക്ക് ചിന്തിക്കുന്നുണ്ട്. അത്ര കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഒരു കുറ്റകൃത്യം ചെയ്യുന്നുണ്ട്. അതിന്റെ പുറകിൽ എന്താണെന്ന് നാം ആലോചിക്കുന്നുണ്ടോ? ഇവരാരെങ്കിലും കുറ്റവാളികളായി ജനിച്ചു വീണവരാണ്? ഇവരാരെങ്കിലും ജന്മനാ കുറ്റവാളികളാണോ? അല്ലെങ്കിൽ കുറ്റവാസന ഉള്ളവരായി ഇവർ നേരത്തെ കാണിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള പുകൾപെറ്റ ശിശു സംരക്ഷണ, സാമൂഹ്യനീതി, തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ, ഇപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പല കാര്യങ്ങളിലും ഇന്ത്യയിൽ 1ാം സ്ഥാനത്തുള്ള കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ സംവിധാനങ്ങളുടെ ഒന്നും റഡാറുകളിലേക്ക്, ഈ സംവിധാനങ്ങളുടെ ഒന്നും ആന്റിനകളിലേക്ക് ഈ കുട്ടികൾ എത്തിയില്ലേ? ഇവരുടെ കാര്യം വന്നില്ലേ? ഇവരുടെ സാമൂഹിക പശ്ചാത്തലം, ഇവരുടെ പഠനം, ഇവരുടെ നേരത്തെയുള്ള റെക്കോർഡുകൾ, ഇവയെക്കുറിച്ചൊക്കെയുള്ള ധാരാളം മാധ്യമ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. ഇതിലൊക്കെ വളരെ വ്യക്തമായ കാരണങ്ങളില്ലേ? കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നമില്ലേ? സമൂഹത്തിലേക്ക് അവർക്ക് ഇഴുകിച്ചേരുന്നതിൽ പ്രശ്നങ്ങളില്ലേ? അവർക്ക് പഠന പ്രശ്നങ്ങളില്ലേ? ഇത്തരം സമയങ്ങളിൽ നമ്മുടെ ഏത് സംവിധാനമാണ് ഈ കുട്ടികളുടെ കാര്യത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് ജാഗ്രത കാണിച്ചിട്ടുള്ളത്? ഇവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, വളരെ ശ്ലാഘനീയം തന്നെ. നമ്മൾ അവരെ മുതിർന്നവരായി കരുതി അങ്ങ് വിചാരണ ചെയ്യാൻ തീരുമാനിച്ചു. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, കുട്ടികളുടെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, ഈ സംഭവം നടന്നതിന് ശേഷം ഇന്നലെ തൊട്ട് ചാനലിൽ ചർച്ച നടത്തുമ്പോൾ പരിണതപ്രജ്ഞ ഉൾപ്പെടെയുള്ള ഒരു ഒരു ഉളുപ്പുമില്ലാതെ പ്രയോഗിക്കുന്ന വാക്കാണ് കുട്ടി കുറ്റവാളി. അങ്ങനെ ഒരു വാക്കില്ലെന്നേ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ആ വാക്കില്ല. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി, ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, അതാണ് അതിന്റെ പദം. ആ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോയിലേക്ക്, നിയമവുമായി പൊരുത്തപ്പെടാത്ത അവസ്ഥയിലേക്ക് കുട്ടി എങ്ങനെ എത്തി എന്നുള്ളതിനൊരു നാൾ വഴിയുണ്ടല്ലോ. ആ നാൾ വഴി നമ്മൾ എന്തൊക്കെയാണെന്ന് ചെയ്തത്? അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കാം. ഇതിന് പ്രേരകമായ ഘടകങ്ങളെ പറ്റി ഒരു സിനിമയെ നമ്മൾ സ്ഥിരം കുറ്റം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് പ്രായത്തിന് താഴെയുള്ളവർക്കാണ് മുകളിലുള്ളവർക്കാണ് കാണേണ്ടതെന്നും കാണിക്കേണ്ടതാത്തതെന്നും വ്യക്തമായി അറിയാം. അവിടെ എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇനി OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുന്നു. OTT പ്ലാറ്റ്ഫോമുകളിൽ പലതും പ്രായത്തിനനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. എത്ര കുടുംബങ്ങളിൽ, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നതിന് എത്ര കുടുംബങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നുണ്ട്? ഇനി അതിനും അപ്പുറത്തേക്ക് ടെലഗ്രാമിൽ ഇവയെ നിർബാധം കയറ്റിവിടുന്ന ചാനലുകളുണ്ട്. അവിടെ ഒന്നും സംവിധാനം ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിൽ പക്വതയില്ലാത്ത ഒരു മനസ്സിലേക്ക് ഇനി ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പൊ ഇന്ന് പുതിയതായി ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. ChatGPT ടീനേജേഴ്സിനും അഡോളസൻസിനുമായി പ്രത്യേക ഒരു വെർഷൻ കൊണ്ടുവരുന്നുണ്ട്. നോക്കൂ, എങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാമെന്നും എന്തിനധികം എങ്ങനെ ഇനി എന്ത് ആയുധമാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ന് വരുമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. എന്ത് ആയുധം ഉണ്ടാക്കണമെങ്കിലും ചോദിച്ചാൽ കിട്ടുന്ന ഫീഡുകളും മറ്റും കുട്ടികളുടെ മനസ്സിലേക്ക് നിർലോഭം എത്തിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഇടപെട്ട ഒരു കേസിൽ ഇത്തരത്തിൽ ഒരു നിയമവുമായി പൊരുത്തപ്പെടാത്ത ഒരു കുട്ടി വന്നപ്പോൾ ഈ നിയമം പൊരുത്തപ്പെടാത്ത കുട്ടി ഇതിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഒരു സംവിധാനത്തിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ കുഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത്, അപ്പോൾ ഇനി അവർ വരുമായിരിക്കും അല്ലേ സാർ? എന്നെ ഈ രീതിയിലായിരിക്കില്ലേ വിചാരണ ചെയ്യുന്നത്? ഇങ്ങനെയല്ലേ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ? ഇത് മൊത്തം കുഞ്ഞുങ്ങൾക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെയോ എന്റെയോ പ്രായത്തിൽ നമ്മൾ ഈ 16-17 വയസ്സുള്ള സമയത്ത് സ്കൂളിലും പ്രീ ഡിഗ്രിക്കൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഉള്ളതിനേക്കാൾ അറിവുള്ള കുട്ടികളാണ് ഇവർ. അപ്പൊ ഈ കുട്ടികളെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾക്ക് എവിടെ പരാജയപ്പെട്ടതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കുട്ടികളെ നമ്മൾ ഇത്രയും നാൾ വെറുതെ വിട്ടേക്കുക. നോക്ക്, ഇവിടെ ഒരു പ്രശ്നം, ഒരു ഇൻഡെക്സ് ഈവന്റ് ആയത്. നമ്മൾ ഈ പ്രമേഹം ചികിത്സിക്കുന്നുണ്ടല്ലോ, പ്രമേഹമായി എന്നാലങ്ങ് ചികിത്സിച്ചേക്കാം. 126 ഭക്ഷണത്തിന് മുമ്പുള്ള ഗ്ലൂക്കോസിന്റെ അവസ്ഥ. അതിനു മുമ്പ് 120, 115, 110 ഉള്ളപ്പോൾ നമ്മളെന്ത് ചെയ്യുകയായിരുന്നേ? അതുപോലെയായി അവസ്ഥ.
ഈ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സംവിധാനങ്ങൾ പുകൾപെറ്റതെന്ന് പറയുന്ന ആ ഇപ്പോൾ കുട്ടിയുടെ നമ്പർ 1 ആണ്. പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കായിരുന്നു ആ കുട്ടി, അതിൻ്റെ ഏറ്റവും കൂടുതൽ കെയർ കിട്ടേണ്ടുന്ന സമയങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ചൈൽഡ് കെയർ സെൻ്ററുകളിൽ നിന്നിട്ടുണ്ട്. ഈ കുട്ടി മോശം അനുഭവങ്ങൾ ടീച്ചറോട് പറഞ്ഞതിന് ശേഷം ആ സെൻ്ററുകളിലേക്ക് തന്നെ അയക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി വെച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത് ഡോക്ടർ. അല്ല നോക്കൂ, ഇവിടെയാ ഞാൻ പറയുന്നത്, ഈ മോശം അനുഭവം സെന്ററുകളിൽ ഉണ്ടായെങ്കിൽ അത്തരത്തിൽ ആ കുട്ടിക്ക് മോശം അനുഭവം ഉണ്ടാക്കി കൊടുത്തവർക്ക് എന്ത് മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്തത്? അവർക്കെതിരായിട്ട് നമ്മൾ നടപടികളിലും എടുത്തിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് കുട്ടിക്കെതിരായി ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ മാതൃകാപരമായ നടപടി എടുക്കുന്നത്? അതാ കുട്ടിയുടെ മനസ്സിലൊരു ആശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഇന്നത്തെ അതിജീവിതർ നാളത്തെ വേട്ടക്കാരനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതാ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലത്തെ അതിജീവിതർ ഇന്നത്തെ വേട്ടക്കാരനായിരിക്കുന്നു. അപ്പോൾ ഇതിൽ സമൂഹത്തിന് പങ്കുണ്ട്. നമ്മൾ ഈ കുഞ്ഞിൻ്റെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരലുകൾ നമ്മളുടെ നേരെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. കേരളത്തിലെ കുട്ടികളുടെ എണ്ണത്തിൽ വളരെ അഭൂതപൂർവമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. 2014-നും 2024-നും കണക്കുകൾ പരിശോധിച്ചാൽ 1,86,000 കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത് കുറവാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങളിലെ ജനനനിരക്ക് എടുത്തു നോക്കിയാൽ മതി. ഇത്രയും കുട്ടികളെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുള്ളൂ. ഈ കുട്ടികളെ കൃത്യമായി നേർവഴി എന്ന് വിളിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ശാസ്ത്രീയമായ വഴിയിലൂടെ നയിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയമാണ്. അത്തരത്തിൽ നമ്മുടെ നാട്ടിലെ ശിശു സംരക്ഷണ, ബാലസംരക്ഷണ, സാമൂഹ്യ നീതി, പോലീസോ മറ്റെന്തനുബന്ധ സംവിധാനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേരളം ഉണ്ടായതിനു ശേഷമോ കഴിഞ്ഞ കുറച്ചു നാളായോ അനുവർത്തിച്ചു വന്ന നടപടികളുടെ ഭാഗമായുള്ള വീഴ്ചകളുടെ ആകത്തുകയുടെ ഒരു പ്രതീകം മാത്രമാണ് ഈ കുട്ടി. ഇതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി. എന്താ ഇതിവിടെ കൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വിട്ടു കഴിഞ്ഞാൽ ഈ പുറത്തുള്ള അടി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ ഓണപരീക്ഷ കഴിയുമ്പോഴത്തേക്കും ചില മാധ്യമങ്ങളും മറ്റുമൊക്കെ കാണും, ഓണപരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിന്റെ പുറത്ത് കിടന്ന് അടി ഉണ്ടാക്കി അത്രേ. വർഷാവസാന പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിന്റെ പുറത്ത് കിടന്ന് അടി ഉണ്ടാക്കി അത്രേ. അപ്പൊ അടി പൊട്ട്. എന്നിട്ട് പല രസകരമായ കാര്യം എന്താണെന്നറിയാം, പല സ്കൂളുകളിലും പറയും മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് വരൂ, അവരുടെയും കൂടി സാമീപ്യവും സാന്നിധ്യവും ഉറപ്പുവരുത്തണം. അപ്പൊ അടി പൊട്ടുമെന്ന് അവർക്ക് അറിയാം. അടി പൊട്ടുമെന്ന് അറിഞ്ഞിട്ട് എന്താ നമ്മൾ ചെയ്തിരിക്കുന്നത്? നമ്മുടെ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ എവിടെയാണ് ഇത്രയും നാൾ, എവിടെയായിരുന്നു ഇത്രയും നാൾ? അതിന്റെ ഒരു ദുരന്തപൂർണമായ ഒരു അവസാനത്തെ ട്രിഗർ പോയിന്റിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇതിനു മുമ്പുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്കിപ്പോൾ ഈ 4 പേര് മുന്നിലുണ്ട്. അവരെ എന്തെങ്കിലും പറയുക, അവരെ പഴിക്കുക, അവരെ ഇനി നോക്കും. ഞാൻ വീണ്ടും അത് എടുത്ത് പറയുക കേട്ടോ, എന്തൊരു എഫിഷ്യൻസി ആണെന്നറിയാമോ നമുക്ക്? അവരെ മുതിർന്നവരാക്കി കാണിച്ചങ്ങ് വിചാരണ ചെയ്തേക്കാൻ. അതുകൊണ്ട് തീരുമല്ലോ എല്ലാ പ്രശ്നവും, അതുകൊണ്ട് പരിഹാരമാവുമല്ലോ വിഷയങ്ങൾക്ക്. അതൊരു പരിഹാരമല്ല. എന്തായാലും ബാലാവകാശ കമ്മീഷനാണ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഡോക്ടർ, ഇവിടെ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് ഈ കൊലപാതകം കൂട്ടുകാർ ആസൂത്രണം ചെയ്തതെന്ന് മനസ്സിലാകുന്നു. പോലീസ് പറയുന്നത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു ക്രൈം എന്ന നിലയിലാണ് ഇതിനെ പറയുന്നത്. ഇതിന് ഇവർക്ക് എവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്രൈം ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞു, എങ്ങനെ കഴിഞ്ഞു എന്നതിൻ്റെ ചോദ്യം എത്തി നിൽക്കുന്നത് ചില സിനിമകളിലേക്കാണ്. തമിഴിൽ പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന സിനിമ ഒരു ഇൻസ്പിറേഷനായിരുന്നു എങ്ങനെ കൊല്ലണമെന്ന് തീരുമാനിക്കാൻ. വലിയ കല്ല് ഉപയോഗിച്ച് കൊല്ലാനൊക്കെ തീരുമാനത്തിൽ അവർ എത്തിയത് ആ സിനിമയിലൂടെയാണ് എന്ന് പറയുന്നു. ഒപ്പം അതിൽ തന്നെ ക്രൂരനായ വില്ലൻ കഥാപാത്രത്തിൻ്റെ സൈക്കോ മനോഭാവമൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഈ കുട്ടികൾ പറഞ്ഞതായാണ്, അങ്ങനെ മൊഴി നൽകിയതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ സിനിമ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടോ ഈ ക്രിമിനൽ ഇടപെടലുകൾ നടത്തുന്നതിന് കുട്ടികൾക്ക്? തീർച്ചയായിട്ടും ഉള്ള ഈ സിനിമയുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുട്ടികളെ എന്തിനാ കുറ്റം പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്ക്. എത്ര സംസ്ഥാനങ്ങളിലെ സിനിമയിലൂടെ വന്നവർ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തെ കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ മുതിർന്നവരുടെ പുറത്ത് പോലും ഈ 18 വയസ്സൊക്കെ കഴിഞ്ഞ പ്രായപൂർത്തി വോട്ടവകാശമുള്ള ആൾക്കാരൊക്കെ തന്നെയാണല്ലോ ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചങ്ങ് എത്തിക്കുന്നത്. അപ്പോൾ മുതിർന്നവരുടെ പുറത്ത് തന്നെ സിനിമയ്ക്കും സിനിമാ നടന്മാർക്കും ഒക്കെ ഇത്രയും സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഈ കുട്ടികൾ ഇതിന്റെ സ്വാധീന വലയത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ ഇതിലെന്താ പ്രശ്നം? ഇതൊന്ന് ഇത്തരത്തിലുള്ള കണ്ടന്റ് റിസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കണം. ഇത് കുട്ടികളിലേക്ക് എത്തുന്നത്, ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതുപോലെ ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ചയുടെയും വികാസത്തിന്റെയും ഒരു ഘട്ടത്തിലാണ്. ഈ തലച്ചോറിന്റെ മുൻഭാഗത്തിന്റെ വളർച്ചയും വികാസവുമാണ് നമ്മൾ മെച്യൂരിറ്റി, പക്വത എന്ന് പറയുന്നതിന്റെ ഒരു ജൈവശാസ്ത്രപരമായ അളവുകോൽ എന്ന് പറയുന്നത് ഈ തലച്ചോറിന്റെ മുൻഭാഗത്തിന്റെ വളർച്ചയും വികാസം. അത് പൂർത്തിയാകണമെങ്കിൽ 23 മുതൽ 25 വയസ്സ് വരെ ആകണമെന്നാണ് പറയുന്നത്. ഈ 18 എന്ന് പറയുന്നത് വോട്ടവകാശത്തിനുള്ള ഒരു പ്രായപൂർത്തി മാത്രമാണ്. ഈ 18 ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് എത്തുന്ന കണ്ടന്റിന് എന്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അത് വിവേചനപൂർണ്ണമായി ശരിയും തെറ്റും എന്ന് പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനമാക്കിയ ഈ ധാർമ്മിക ബോധം കുട്ടികൾക്ക് അപ്പോഴും ഉണ്ടാവില്ല. ഉള്ളിലുള്ള ചോദനകളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇമ്പൾസ് കൺട്രോൾ എന്ന് നമ്മൾ പറയും, അതൊന്നും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇത് അവരിലേക്ക് എത്തുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇത്തരം മാതൃകകളുടെ പുറകെ പോകാറുണ്ട്. അവർ പെട്ടെന്ന് റിവാർഡുകൾ, ഈ അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ചില ഗുണങ്ങളെ ആധാരമാക്കി അവർ പോകാറുണ്ട്. അതുകൊണ്ടാണ് എന്ത് കൃത്യമാണെന്ന് ആലോചിക്കൂ, ഒരു മൊബൈൽ ഫോൺ 3 ബൈക്ക്, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ആലോചിക്കാനുള്ള കഴിവാർന്ന ഒരു തലച്ചോറെ അവർക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ഇത്തരം കണ്ടന്റുകൾ കുട്ടികളിൽ എത്തുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അപ്പൊ ഇത്തരം കണ്ടന്റുകൾ ഒരു നിയന്ത്രണമില്ലാതെ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിൽ നോക്കിയാൽ എന്ത് സംഭവിക്കും? ഇനി ഈ മൊബൈൽ ഫോൺ ഒരു കുഞ്ഞ് എത്ര സമയം ഉപയോഗിക്കണം? ഈ കുഞ്ഞ് മൊബൈൽ ഫോൺ ഇത്ര സമയം ഉപയോഗിച്ചാൽ അതിൽ തന്നെ സെറ്റിങ്ങുകളുണ്ട്, അത് പ്രയോഗിക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന സാധനം പേരന്റിന് അറിയാൻ സാധിക്കും എന്നുള്ളത് അറിയാവുന്ന എത്ര പേരൻസ് ഉണ്ട്? അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും മറ്റും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഇത്തരം സംവിധാനങ്ങളുടെ തുടർച്ചയായ പരാജയങ്ങളുടെ ആകത്തുകയുടെ ഒരു 4 പ്രതീകങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ സമയത്തും ഇതുപോലെയുള്ള പ്രതീകങ്ങളുണ്ട്, ഇനിയും ഇതുപോലെ സംഭവിച്ചേക്കാം, ഇനിയും ഉണ്ടാവാം. ഇത് തിരിച്ചറിയാനും പരിഹരിക്കാനും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗർഭാവസ്ഥയിൽ ഉൾപ്പെടെ ഉള്ള അമ്മമാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പേരന്റിങ് ടെക്നിക്കുകൾ ഉൾപ്പെടെ, പേരന്റിങ് സ്കില്ലുകൾ ഉൾപ്പെടെ തുടങ്ങി അവരുടെ ബാല്യ കൗമാര യൗവനങ്ങളിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം മാത്രമേ ഉത്തരവാദിത്വം ഉള്ള ഒരു സമൂഹമായിട്ട് വികസിത രാഷ്ട്ര സങ്കല്പങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഡോക്ടർ, ഇവിടെ ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അത് സംബന്ധിച്ച് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കുട്ടി താമസിച്ച് വീട്ടിലെത്താറുണ്ടായിരുന്നു, അത് ഈ മരിച്ച വ്യക്തി വിലക്കുമായിരുന്നു, അതിന് വഴക്ക് പറയുമായിരുന്നു. മറ്റൊന്ന്, ലഹരി ഉപയോഗിക്കുന്നതായിട്ടുള്ള സംശയം ഇയാൾക്കുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയും ഈ കുട്ടിയും ഈ മരിച്ച വ്യക്തിയും തമ്മിൽ വലിയ രീതിയിൽ അവരുടെ അമ്മയുടെ അച്ഛനാണ്, അങ്ങനെ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നതാണ് പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ കുറ്റം ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? വഴക്കു പറയും, അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. മൊബൈൽ ഫോൺ മാറ്റിവെച്ചതിന് മാത്രം ഒരു ആത്മഹത്യാശ്രമം ഒരു കുട്ടി, അതും സമാനമായ പ്രായത്തിലുള്ള ഒരു കുട്ടി നടത്തിയതിൻ്റെ വാർത്ത ഇന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. 13-17 വയസ്സുള്ളൊരു പെൺകുട്ടി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ കുട്ടികൾ ഫോണിന് അഡിക്ഷൻ കാണിക്കുമ്പോൾ, അവർ സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ വൈകുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ലഹരിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അവരുടെ അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? അവർ വിലക്കിയാൽ ഒന്നുകിൽ അവർ അവരെ തന്നെ നശിപ്പിക്കുന്ന ഇടത്തേക്ക്, അല്ലെങ്കിൽ ഈ രീതിയിൽ അക്രമവാസനയോടുകൂടി പ്രതികരിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം എങ്ങനെയാണ് പേരൻസ് കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, ഇതിനാണ് നമ്മൾ പേരന്റിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ വഴക്ക് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വഴക്ക് പറയേണ്ടത് എന്നുള്ളതിന് ശാസ്ത്രീയമായ ധാരാളം മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഒരു വീട്ടിലൊരു നിയമം ഉണ്ടാകണം. ആ നിയമം മുതിർന്നവരും പാലിക്കണം കേട്ടോ. ഇപ്പം 11 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ മുതിർന്നവർ പാലിക്കേണ്ടതുണ്ട്. ഇനി സാധാരണ നിയമം ലംഘിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ റെഡ് സിഗ്നൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, റെഡ് സിഗ്നൽ ജമ്പ് ചെയ്താൽ ഫൈൻ വരും, അത് ഇത്രയാണ്, അത് വീട്ടിലേക്ക് ഫൈൻ ചെല്ലാൻ എത്തുമെന്ന് അറിയാവുന്നത് പോലെ ഈ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ കുട്ടിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്നുള്ളതിനെ കുറിച്ച് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ട്. ഇനി ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഈ കമ്പെടുത്ത് അടിക്കുന്നതും പൊട്ടുന്നത് വരെ വടികൊണ്ടടിക്കുന്നതും ഒന്നുമല്ല. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത്, കുട്ടിക്ക് പ്രിയപ്പെട്ട പ്രോഗ്രാം കാണാൻ അവനെ അനുവദിക്കാത്തത്, കുട്ടിയെ ഒരു അവധി ദിവസമാണെങ്കിൽ പുറത്തു പോകാൻ അനുവദിക്കാത്തത്, ഇതൊക്കെ തന്നെ ശിക്ഷയാണ്. പക്ഷെ ഈ ശിക്ഷ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് ശിക്ഷ കിട്ടുമെന്ന് പറയുകയും അത് കൃത്യമായി നടപ്പാക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി കുട്ടികളുണ്ടാകുന്ന മറ്റ് സ്വഭാവ പ്രശ്നങ്ങൾ, കുട്ടികളുടെ സ്വഭാവ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് കുട്ടികളുമായി തുറന്നൊരു ചർച്ചയ്ക്കുള്ള മാർഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവനോട് കയർക്കുക, ദേഷ്യപ്പെടുക, അവനോട് ചണ്ട കൂടുക എന്നുള്ളത് ഒട്ടും തന്നെ ശാസ്ത്രീയമല്ല. കുട്ടിയോട് സംസാരിക്കുകയും കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരവസരമായി കാണുകയും നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഇനി നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന് പ്രൊഫഷണലായ ഒരു സമീപനം എടുക്കേണ്ടതുണ്ട്. ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. ശിക്ഷയ്ക്കുൾപ്പെടെ ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അറിയാതെ, ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരന്റിങ് ക്ലിനിക്കുകളുടെയും പേരന്റിങ് ടെക്നിക്സിന്റെയും ഒരു പ്രാധാന്യം വരുന്നത്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാ വിവാഹം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാകുന്നു, കുട്ടിയെ വളർത്തുന്നു, അങ്ങനെ പേരന്റ് ആകുന്നു.
അങ്ങനെയല്ലല്ലോ ഇത് സംഭവിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മറുപടി, ഇത്രയും നാളൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന്. ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സാമൂഹ്യ സുരക്ഷയുടെ ഒരു ചട്ടക്കൂടും നമ്മുടെ കൂട്ടുകുടുംബങ്ങളും മറ്റ് നമ്മുടെ ഉള്ള ബന്ധങ്ങളും ഒക്കെ തന്നെ നമ്മൾ അതിൽ നിന്നും കുറച്ച് പിന്തിരിപ്പിച്ച് നിർത്തിയേക്കാം. ഇനി മാറുന്ന സമൂഹത്തിൽ കുട്ടികൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആരാ മാറേണ്ടത്? കുട്ടികളല്ല, അത് നമ്മളാണ് മാറേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവണം. കാരണം ഇനി നമുക്ക് കുട്ടികളെയാണ് വേണ്ടത്. കുട്ടികളെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നോക്കൂ. ഈ 3-3.5 ലക്ഷം ജനനമായ കേരളത്തിൽ ഇപ്പം ഒരു 80കളിലൊക്കെ കണക്ക് പരിശോധിച്ചാൽ 1ാം ക്ലാസ്സിൽ 5 ലക്ഷം കുട്ടികൾ ചേരുന്ന കാലത്ത് ഇപ്പൊ 3,22,000 3,30,000 കുട്ടികളെ 1ാം ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളൂ. നമ്മുടെ ഭാവി തലമുറയുടെ എണ്ണം ഇത്രത്തോളം കുറഞ്ഞുകൊണ്ടിരിക്കുക. അവരെ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരാക്കി വളർത്തേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമായതുകൊണ്ട് തന്നെ നാം ഇതിന് മുന്നോട്ടിറങ്ങേണ്ടത്. ശരി, വളരെ നന്ദി ഡോക്ടർ, ഞങ്ങളോട് സമയം ചെലവഴിച്ചതിന്. എന്തായാലും ഈ അവസരത്തിൽ ഇത് കേൾക്കുന്നവർക്കൊക്കെ അല്പമെങ്കിലും ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ നന്ദി ഡോക്ടർ മോഹൻ റോയ്, ഞങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിച്ചതിന്. എന്തായാലും കുട്ടികൾ കുറ്റവാളികളാകുന്നുവെങ്കിൽ അത് കുട്ടികളുടെ മാത്രം കുറ്റമല്ല എന്നതാണ് പറയുന്നത്. ഒപ്പം പോലീസിൻ്റെ ഇപ്പോൾ അവരെ മുതിർന്ന പൗരന്മാരായി വിചാരണ ചെയ്യണം എന്ന നീക്കത്തിലും അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.